നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് തലശ്ശേരിയിലുള്ള ആയിഷ മെൻസിൽ നമ്മുടെ CP മൂസ മുതലാളിയുടെ വീട്. അദ്ദേഹത്തിന്റെ വൈഫ് ഫൈസ മൂസയാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് മാപ്പിള ക്യൂസീന്റെ കുക്ക്. അവരുടെ ലെഗസിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. 3/4 ഭാഗം ഫുട്ടേജ് എന്നെ നഷ്ടപ്പെട്ടു പോയി. ഒരു സർജറി കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നു. ഇനിയും അവർ റെഡി ആവുന്ന സമയത്ത് ഞാൻ ബാക്കി ഷൂട്ട് ചെയ്യാം. ഇത് അവരുടെ കോഴിക്കോടുള്ള വീടാണ്. ഇത് തുക്കിപ്പത്തി മീറ്റും ഉള്ളിലൊരു ചെറിയ ഹാഫ് മീറ്റ് ഫില്ലിങ്. അത് ബദത്തിന്റെ പോളം, ബദാം മിൽക്ക്, ഷുഗർ, മുട്ടയില്ലാത്തൊന്നുമില്ല. ഇതിലൊന്നും കാര്യമായിട്ട് ഞെട്ടാനൊന്നുമില്ല. യൂറോപ്പിലെ പല രാജാക്കന്മാരും അവരുടെ ഭക്ഷണത്തിന്റെ ഫാൻസാണ്. ഫ്രാൻസിൽ പോയിട്ട് അവർ കുക്ക് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാർ ഷെഫുമാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവസരം കിട്ടിയാൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം. അലിഞ്ഞു പോവാം. പുറത്തിങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് കിടക്കുക, ഉള്ളിൽ അലിഞ്ഞു പോവാം. ഇത് ലക്കോട്ട, അത് സ്ക്രാമ്പിൾഡ് കോക്കനട്ട് ഫില്ലിംഗ്, പിന്നെ പാൻ കേക്ക്. അതാ ഇത് കാസപ്പത്തി, ലെയർ അടുക്ക് പത്തി ഇതുപോലെ. പക്ഷെ അത് സ്വീറ്റ്. ഇതില് മാത്രം ബീഫ്. ഞങ്ങളുടെ ഫാമിലി ഭക്ഷണത്തിൽ ഭയങ്കര താല്പര്യമാണ്. എന്റെ ഫാദർ എപ്പോഴും ഇവിടെ ഗസ്റ്റും ചെറുതില് വളർന്ന് തന്നെ ഈ വീട് നിറയെ ആളാ. ഇങ്ങനെ കുറേ ഭക്ഷണം ഇങ്ങനെ വരുന്നവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ആ ടൈപ്പ് ആയിരുന്നു ഫാദറിന്റെ ബിസിനസ് ആയിരുന്നു. 40 കൊല്ലം 50 കൊല്ലം മുമ്പ് ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുക എന്ന് പറയുന്നത് സുഖമില്ലാത്തൊരു ജോലിയായിട്ടാണല്ലോ കാണുന്നത്. അത്ര നല്ലതല്ല. അല്ലല്ലോ, അങ്ങനെയല്ല അന്നത്തെ കാലത്ത് കാണുന്നത്. ഇന്നിപ്പോ വലിയ കുടുംബങ്ങളിൽപ്പെട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ, അതായത് 25 കൊല്ലം മുമ്പാണ് ആയിഷ മെൻസിൽ നമ്മുടെ ഇത് തുടങ്ങിയത്, ഹോം സ്റ്റേ തുടങ്ങിയത്. അന്നത്തെ കാലത്ത് അത് ചെയ്യാൻ തുടങ്ങിയോട് പറഞ്ഞിങ്ങനെ ഗസ്റ്റിന് വരുന്നത്. അപ്പൊ ആദ്യം വിചാരിച്ചത് എന്താ, അറിയാത്ത ആൾക്കാരല്ലേ വന്ന് നിൽക്കുക, വീട്ടിലല്ലേ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആദ്യം അങ്ങനെ വിചാരിച്ചു. പിന്നെ വരാൻ തുടങ്ങിയപ്പോ പിന്നെ നല്ല സേഫ് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വേറൊരാളെ ഏൽപ്പിക്കൂല, എല്ലാം കട്ടിങ് മുതൽ ഉള്ളിയെല്ലാം പീൽ ചെയ്ത് വെക്കുക. അല്ലാണ്ട് അവർക്കൊണ്ട് ഞാനൊന്നും ചെയ്യിക്കില്ല. വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചിയെല്ലാം ക്ലീൻ ചെയ്ത് വെപ്പിക്കല്ലോ ഒന്നായിട്ട്. രാവിലെ അധികം എളുപ്പം 4 ഉള്ളിയെല്ലാം ഇട്ട് തേങ്ങ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ബാക്കി ഫുള്ള് ഞാൻ ശീലമായി. എൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു. ഉമ്മ എന്നെ സ്ലൈസ് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. കാരണം ഇവര് കട്ടിയിലായിരിക്കും ഉള്ളി മുറിക്കുക, ചടിയിൽ. അപ്പൊ ഇത് വാട്ടാൻ നിന്നാല് ഈ ഉള്ളി മുറിക്കുന്നതിനെക്കാട്ടി ടൈം എടുക്കും ഈ ഉള്ളി വാട്ടി എടുക്കാൻ. അപ്പൊ നമ്മളത് നേരെ തിൻ സ്ലൈസ് ആക്കുമ്പോൾ പെട്ടെന്നാവും. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് കഴിയുന്നത് അവര് ഉള്ളി 20 മിനിറ്റ് വാടി. അപ്പൊ അതുകൊണ്ട് കട്ടിങ് ഞാൻ തന്നെ സ്ലൈസ് ഈ ഹോട്ടൽസിലൊക്കെ ഷെഫുമാർക്കൊക്കെ അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഞാൻ പോയിട്ടുണ്ട്. താജ് പോയിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, 10-25 കൊല്ലം അല്ല, എൻ്റെ മേലെ ഒരു 10 ദിവസം പോയി എറണാകുളത്ത് താജ് പോയിട്ട് 10 days ഞാൻ അവിടെ നിന്ന് നമ്മൾ കുറേ പഠിച്ചു. ഇപ്പോഴൊന്നുമല്ല, പഴയ കാലം. ഈ പ്രമോദിനെ പോലെ ആള്, അതായത് മലയാളം അറിയില്ല, മുളക് പൊടി എന്താണെന്ന് അറിയില്ല, ഇവനെങ്ങനെ ഇത് പഠിപ്പിച്ചു? നല്ല പണിയാ. പ്രമോദിന് മുമ്പ് ഒരു പറാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിന്ദിക്കാര്. പാജി 3 ഹിന്ദിക്കാരെ ഞാൻ 3 പേരും എക്സലന്റ്. പിന്നെ ഭാഷ അറിയില്ല, പറയുന്ന മനസ്സിലാവില്ല. ഇംഗ്ലീഷ് ഗ്രാമർ ഇല്ലാണ്ട് പറഞ്ഞു കൊടുക്കണം. വേർഡ്സ് ആയിട്ട്. എനിക്കാണെങ്കിൽ ഹിന്ദി ഒന്നും ഒരു വാക്ക് ഞാൻ ഉള്ളിൽ വെച്ച് എന്റെ പാത്രങ്ങൾ എല്ലാം തലശ്ശേരിയിൽ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ എല്ലാം എടുത്ത് മാറ്റി പിന്നെ നോൺ സ്റ്റിക്ക് എല്ലാം ഉപയോഗിക്കണം, എല്ലാം ഇതാക്കും. ഞാൻ വെച്ചെടുത്തൊന്നും ഇപ്പൊ എല്ലാം ഞാൻ കുറേ എല്ലാം കൂടി
അപ്പൊ മൂസക്ക് മെയിൻ പ്രശ്നം അതാ, ഞാൻ ഇവരെയും കൂട്ടി കുക്ക് ചെയ്യൂല. ഒരുപാട് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുറെ കൂടെ എളുപ്പമായിരിക്കുമല്ലോ. അതായത് ശരീരത്തിന് മുകളിലുള്ള ഒരു സ്ട്രെസ് കുറവായിരിക്കുമല്ലോ എന്നുള്ളതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ നല്ലതല്ലേ. പക്ഷെ സഹായിക്കാൻ ആരും വെക്കൂല. അല്ല, ഞാൻ ചെയ്യുന്ന സാധനം ഞാൻ തന്നെ. അല്ല, നിങ്ങൾ എല്ലാം ചെയ്യും. അല്ല, നമ്മള് കുറച്ച് ഡിഷ് അവര് അതിപ്പോ എന്തോ ചമ്മന്തിയോ അതൊക്കെ എന്തെങ്കിലും നിസ്സാര സാധനങ്ങളിലെ കോൺഫിഡൻസ് ആയിട്ടുള്ള ഡിഷുകൾ ഞാൻ കൊടുക്കും. ഓ, അവര് ചെയ്യാൻ ഇത് തെറ്റൂല എന്നുള്ള സാധനങ്ങൾ അവരെ കൊണ്ട് ചെയ്യും. അതോ അതിപ്പോ ചെമ്മീൻ വരട്ടിയത്, മീൻ പൊള്ളിച്ചത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളല്ലോ. കുറച്ച് സാധനങ്ങളല്ല, പത്തിരികൾ, നെയ്പത്തിരി, പിന്നെ എന്താ പറയാ, കുറുമയൊന്നും കൊടുക്കൂല, ചിക്കൻ ഫ്രൈ എല്ലാം കൊടുക്കും. ഞങ്ങൾ കഴിച്ച ഊട്ടില് ദോശ, ഗോതമ്പ് ദോശ ഇതെല്ലാം ഉണ്ടാക്കണം. എത്ര നേരം, എത്ര എണ്ണം ഉണ്ടാക്കണം, എങ്ങനെ സാധിക്കുന്നത്? നല്ലോണം പഠിച്ചില്ലേ, അത് ശരിയാണ്. പക്ഷെ ഈ കനത്തിലുണ്ട് ഈ രണ്ടാക്കി കഴിക്കാനുള്ളത്. കാരണം ചെറിയ നേരിയ ദോശയല്ലേ, എത്ര നേരം മെനക്കിടണം അല്ലേ? അതിപ്പോ 2 മണിക്കൂർ എടുത്ത് ഇപ്പം ചില സാധനങ്ങൾ തോന്നില്ലേ, ഇങ്ങനെ ആരെങ്കിലും പഠിച്ചിട്ട് പോയിട്ട് കൊറേ പേര് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും എല്ലാം ഉള്ള 4 സെറ്റ് 4-5 റൂമുകൾ ഉണ്ടാവുമ്പോ ഞാൻ അങ്ങനെ വട്ടം ചുറ്റല മേശ ചുറ്റും വെക്കും. ഞാൻ അപ്പൊ ഒന്നിൽ ഓയിൽ ഒഴിച്ച് കടുകിട്ടുന്നപ്പോഴത്തേക്ക് ഇവർക്ക് നമ്മളെ പോലെയല്ല, ക്ഷമ കുറവാണ്. അപ്പൊ ഇത് ഒന്ന് കത്തിച്ച് കടുകിട്ട് അപ്പം മറ്റേ എനിക്ക് ഇടണം. ഞാൻ എത്താനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോഴത്തേനും അപ്പൊ എനിക്ക് ഇങ്ങനെ ഊട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും നടുവിൽ ഇങ്ങനെ പഠിച്ച സാധനം അവരുടെ നാട്ടിൽ പോയിട്ട് ചെയ്തിട്ട് നോക്കാറുണ്ടോ? ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് നന്നാക്കിയ ആളുകളുണ്ട്. കാരണം ഇൻട്രസ്റ്റഡ് ആയിട്ട് ഉള്ളവരെ ക്ലാസ് എടുക്കുക. മെയിൻലി ഇൻട്രസ്റ്റഡ് അതാണ് ഞാൻ അടുത്ത് ചോദിക്കുന്നത്. ഈ വിദേശത്ത് ഭാര്യ ഭർത്താവും ഞാൻ കേട്ടു ഭാര്യയൊക്കെ ഇളക്കാൻ അറിയില്ല, സ്പൂൺ പിടിക്കാൻ അറിയില്ല. സ്പൂൺ ഇങ്ങനെ പിടിക്കുന്നതിന് വരെ ഇവരിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ ഇളക്കുന്ന കാണുമ്പോ തന്നെ പിടിച്ച് കൈ മാറ്റാം. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾ കല്യാണം കഴിഞ്ഞു സാധാരണ ഈ മറ്റേ യൂട്യൂബിലെല്ലാം ഈ റെസിപ്പിയിലെ ചാനൽ നടത്തുന്നവരുണ്ട്. സ്ഥിരമായിട്ട് എന്നോട് പറയുന്നതാണ്, കുട്ടികള് 25 വയസ്സൊക്കെ ആകുമ്പോ കല്യാണം കഴിക്കും. അതെ, അപ്പൊ 25 വയസ്സാകുമ്പോ കല്യാണം കഴിക്കും. 25 വയസ്സ് വരെ ഇവര് അടുക്കളയിൽ പൊതുവെ കയറിയിട്ടുണ്ടാവില്ല. ഇവര് കല്യാണം കഴിച്ചിട്ട് ചിലപ്പോ പോകും ബാംഗ്ലൂരേക്കോ ദുബായിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും. അപ്പൊ അവർക്ക് സത്യം പറഞ്ഞാൽ അടുക്കള ഒരുക്കാൻ, അടുക്കളയിൽ എന്തെങ്കിലും വേണം എന്ന് തന്നെ അവർക്ക് മുഴുവനായിട്ട് അറിയില്ല, എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനത്തെ കുട്ടികളൊക്കെ അന്വേഷിച്ച് വരാറുണ്ടോ? അത് പറഞ്ഞുതരോ, ഇത് പറഞ്ഞുതരോ എന്ന് ചോദിച്ചു. ഇന്ത്യൻസ് ആയിട്ട് കച്ചവടമില്ല. ആദ്യം പാസ്പോർട്ട് നോക്കിയിട്ട് ഇന്ത്യക്കാരെല്ലാം ഉറപ്പുവരുത്തില്ല. പിന്നെ അവിടെ സെറ്റിൽ ചെയ്ത ആൾക്കാർ, അവിടെ സെറ്റിൽ ചെയ്ത അവിടെ നിന്നുള്ള ബുക്കിംഗ് ഉണ്ടാവില്ലേ, അതിന് ചെലവ് തൊട്ടു. ഈ ചെലവ് ഇങ്ങനെ നിങ്ങളുടെ പാരീസിലുള്ള ഏജന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വലിയ ആള് വരുന്നുണ്ട്. ഞാൻ രാജാവ് വന്ന കഥ കേട്ടു. അതുപോലെ നിങ്ങള് ഉദയ്പൂരിൽ പോയിട്ട് കൊട്ടാരത്തില് ഒരു വലിയൊരു 100 പേർക്ക് വേണ്ട വലിയൊരു പാർട്ടി ഉണ്ടായിക്കോട്ടെ. ഇതിനൊക്കെ ഒരു സാധാരണ വീട്ടിൽ നിന്നൊക്കെ എവിടെ ധൈര്യം കിട്ടുന്നത് ഇത് പോയി ചെയ്യാൻ? അതുപോലെ ഇതൊക്കെ സംഭവിച്ചു. ഉദയ്പൂരിൽ പോയത് ഒന്നുമില്ല ഇന്ത്യ ആണല്ലോ, അല്ലെങ്കിൽ പിന്നെ രാജാവ് വന്നത് നമ്മളെ വീട്ടിലേക്കാണല്ലോ. ഇതെങ്ങനെ പാരീസിൽ പോയി കുക്ക് ചെയ്യാൻ പറ്റിയത്? ലിയോണിൽ പോയിട്ട് നല്ല ഹോംവർക്ക് ഓരോ ഡിഷിനും നമുക്ക് വേണ്ട യൂട്ടൻസിൽസ് ഇരുന്നിട്ട് ലിസ്റ്റ് ഉണ്ടാക്കണമല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന മെനു എല്ലാം ആദ്യം ഫിക്സ് ചെയ്തിട്ട് അതിനുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കാണണം. അതിന് വേണ്ടിയതെല്ലാം വാങ്ങും. ചപ്പാത്തി പരത്തുന്ന നമുക്ക് ശീലം, നിങ്ങളെ മറ്റേ പിടി എനിക്കറിയില്ല, ഹാൻഡിലുള്ള നമ്മൾ ഒന്നൊക്കെ അലുമിനിയം പൈപ്പ് അല്ലെങ്കിൽ PVC പൈപ്പ്, അതിനെ കൊണ്ടല്ല നമ്മളെ പത്തിരി പരത്തി ശീലം. ഞാൻ തട്ടി വേറെ സ്പീഡ് പരത്തണം.
പിന്നെ വലിയ പൈപ്പ് വാങ്ങിയിട്ട് ആ 10 പീസ് കഷ്ണം മുറിച്ച് കൊണ്ടേ, കാരണം അത് ഓരോന്ന് കളഞ്ഞു പോകുമല്ലോ. അത് കൊണ്ടിട്ടില്ല, തേങ്ങ എന്തെല്ലാം കൊണ്ടുപോയി. ഗ്രൈൻഡറെല്ലാം അമ്മിയോ ഗ്രൈൻഡറെല്ലാം കൊണ്ടുപോയത് പണ്ട് സ്പൈസ് വില്ലേജ് ഗോൾഗാട്ടിയില് ഫുഡ് ഫെസ്റ്റിവൽ നല്ല വലിയ കാലം ഫസ്റ്റ്. അപ്പം ബോട്ടില് കൊണ്ടുപോകണല്ലോ, അമ്മിയെല്ലാം കൊണ്ടുപോയി. എന്റെ സംശയം പാരീസിന്റെ കാര്യത്തിൽ എന്റെ മെയിൻ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ അവിടെ പോകുമ്പോ നിങ്ങൾക്ക് പറയുന്ന മീൻ അല്ലെങ്കിൽ പറയുന്ന മീറ്റ് ഇതെല്ലാം അവിടെ ഉള്ള ഒരു ഫ്രഞ്ച് ആണല്ലോ അവർ സംസാരിക്കുക. ഭയങ്കര പ്രശ്നം. അവർ ഇംഗ്ലീഷ് സംസാരിക്കൂലല്ലോ. അപ്പൊ എന്ത് അത് കൈകൊണ്ടും ആക്ഷനുകൾ. അപ്പൊ ചെമ്പ് കാട്ടിയാലുണ്ടാവും മൂടി കൊണ്ടുവന്നിട്ട് ഭയങ്കര പ്രശ്നമാണ്. കത്തിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അപ്പൊ കത്തി കൊണ്ടുത്തരും. അങ്ങനെ എല്ലാ ആക്ഷൻസ്. അല്ല, അതില് മെയിൻ ഷെഫ് ഉണ്ട്, അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം, അയാൾ എന്തെങ്കിലും പ്രശ്നമില്ല, അയാളോട് ബാക്കിയെല്ലാം ഭയങ്കര. 2 ആഴ്ച പച്ചമുളക് കണ്ടിട്ടില്ല. ഇല്ല, 2 weeks വിതൗട്ട് ഗ്രീൻ ചില്ലീസാ കുക്ക് ചെയ്തത്. അത് ആദ്യത്തെ ഫസ്റ്റ് 3 days നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വരെ തോന്നില്ല. ബിരിയാണി എല്ലാം 10 കിലോ ഉണ്ടാക്കാൻ, രാവിലെ 10, ഉച്ചക്കത്തേക്ക് 10 ഉണ്ടാവും, വൈകുന്നേരത്തേക്ക് 10 ഉണ്ടാവും. പക്ഷെ അതെല്ലാം ടേസ്റ്റ് ചെയ്യണ എരിവുണ്ട്, നമുക്ക് നോക്കണ്ടേ. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വരെ തോന്നും. പിന്നെ ശീലമായിപ്പോയി മുളകില്ല എല്ലാം. ഫിഷ് മോളി അതാ തീരെ പറ്റും. ഫിഷ് മോളിയിൽ ഒരു ചെറുപ്പം എല്ലാം മിക്സ് ചെയ്ത് ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞ് 25 kilos ഉള്ളിയായിരുന്നു. അപ്പൊ ഒരു തെറ്റി അപ്പൊ അയാൾ മൈൻഡ് ഷെഫിനോട് 25 kilos ആണ് ആ ഹോട്ടലിൽ ഇതുവരെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് മിസംബ്ലെല്ലാം ഉണ്ടാക്കി ഫില്ലിംഗ് എല്ലാം ആക്കി വെക്കാന്ന് വെച്ചാൽ തുടങ്ങുന്ന തലേ ദിവസം നമ്മളെ മീറ്റ് ഫില്ലിംഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ എല്ലാം കുറച്ച് നമ്മളെ കിച്ചണൊന്ന് ഫെമിലിയർ ആണല്ലോ ഫയറുകൾ. അപ്പൊ നമ്മളങ്ങനെ തലേന്ന് കുറച്ച് പണി ഇങ്ങനെ ശരിയാവും, ഫയറ് ശരിയായി വരില്ല. അപ്പൊ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് യൂറോപ്പിൽ ഒരു ടൂർ പോയിട്ടുണ്ട്. ഇപ്പൊ അല്ല, കുറേ കൊല്ലം ഇതിനൊക്കെ മുമ്പ്. അപ്പൊ അന്നേരം ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്? ഒന്നുമില്ല, നമ്മളെ പ്രശ്നം തന്നെയാണ്. മെലിഞ്ഞ് രണ്ടാളും നല്ലോണം. കാരണം നമ്മളൊരു വെസ്റ്റേൺ ഗ്രൂപ്പിന്റെ കൂടെ ബസ്, ഇന്ത്യൻസ് ആരും ഇല്ല, ഞങ്ങൾ രണ്ടാളും. അപ്പൊ എല്ലായിടത്തും വെസ്റ്റേൺ ഫുഡ് മാത്രമേ തീരെ ഫസ്റ്റ് ടൂറല്ല. അപ്പൊ തീരെ 86 കുടുംബത്തില് ബാക്കിയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് എത്ര പേർക്ക് അസൂയുണ്ട്? എന്റെ കസിൻസിനെല്ലാം ഭയങ്കര എത്ര പേര് വലിയ കാര്യമായിട്ട് ഇങ്ങനെ ഒരുപാട് പേരോട് പറയാറ്, പത്രത്തിലൊരു വാർത്ത വരുമ്പോ ഇത് നമ്മളെ ആളാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അസൂയല്ലേ ഉള്ളു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള്? കുറച്ച് ദൂരത്തുള്ള കൂടിയുള്ളവരല്ല പെങ്ങന്മാരും അല്ല മൂപ്പരുടെ പെങ്ങന്മാരും എല്ലാരും കൂടെ കാര്യമായിട്ട് മംഗലാപുരത്തുള്ള തങ്ങളൊന്നുമല്ല, ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ ഭക്ഷണം ഇവിടുന്ന് കിട്ടിയ ഉമ്മയാണ്? ഞാൻ കൊറേ പഠിച്ചിട്ടില്ല അമ്മേൻ്റെ അടുത്ത്, പിന്നെ കൊറേ ഞാൻ പഠിക്കാത്ത നല്ല കുക്കായി. ഉമ്മക്ക് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കുറച്ച് പ്രായമില്ല, അല്ല പഠിപ്പിക്കാൻ. അതൊരു ഭയങ്കര കുക്കാണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു മാസത്തില് ഒരാഴ്ചയില് വന്നിട്ട് ഒരു 10 ദിവസം ഇവിടെ വന്നു നിൽക്കും. ഞാൻ ചെറുപ്പത്തിൽ എന്നിട്ട് ഉമ്മാനെ പഠിപ്പിക്കും. ഞാൻ കണ്ടിന് ഉമ്മ അവരുടെ അടുത്ത് നല്ല പഠിച്ച് അങ്ങനെ. അപ്പൊ ഉമ്മാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിപ്പോ കുടുംബത്തിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ ഈ സംഭവങ്ങളൊക്കെ? കുടുംബത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പഠിക്കാൻ താല്പര്യമില്ല. അറിയാം, നമ്മളെ ഫാമിലി എല്ലാവർക്കും അറിയാം. പക്ഷെ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ചിലതൊന്നും
അറ്റ്ലീസ്റ്റ് മുട്ടമാല ഉണ്ടാക്കാനല്ലേ? മുട്ടമാല ഇപ്പൊ ചെറിയ ദുബായ് കല്യാണം കൂടുന്ന കുട്ടികളെല്ലാം ചെയ്ത് ശീലമാകുന്നുണ്ട് ദുബായ്. ഈ ഇന്റർനെറ്റ് വന്ന വലിയ വർഷത്തിന്റെ മുട്ടമാല ഇന്റർനെറ്റിലാവൂല, അത് വീട്ടിലെ ഇപ്പൊ ഒരു സാധാരണ ബിരിയാണി ഞാനിപ്പോ റെസ്റ്റോറന്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയും, നമ്മളിപ്പോ 1000 ബിരിയാണി ഒരു റെസ്റ്റോറന്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ 900 ചിക്കൻ ബിരിയാണി, ഒരു 100 എണ്ണേ ഉണ്ടാവുള്ളൂ ചിക്കൻ അല്ലാത്ത മട്ടൻ ബിരിയാണി എന്തെങ്കിലും. ഞാൻ പറയുന്നത് ഇപ്പൊ ബീഫ് ബിരിയാണി മാത്രം വെക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാധാരണ സത്യത്തിൽ ബിരിയാണി മട്ടനാണ്. പണ്ട് മട്ടനേ ഉള്ളൂ, ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാനേ പാടില്ലല്ലോ. എന്താ അഭിപ്രായം? നമ്മള് ചെറുതിലൊന്നും വെക്കലില്ല ചിക്കൻ ഫ്രൈ ആക്കും മട്ടൻ ബിരിയാണി. അതെ, ചിക്കൻ അലീസ, മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, സുലൈമാൻ അല്ലേ? അതല്ലേ അതിന്റെ ഒരു പരിപാടി. ഫിഷ് ആക്കുമായിരുന്നു. അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. മട്ടൻ ബിരിയാണി ഇല്ലെങ്കിലും പിന്നെ അയക്കൂർ ബിരിയാണി അല്ലേ? പക്ഷേ എല്ലായിടത്തും പാലക്കാട് അങ്ങനെയാണ്, കൊല്ലത്ത് അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്, ഈവൻ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ചിക്കനോട് താല്പര്യം ഭയങ്കര. കുട്ടികൾക്കൊന്നും ഒന്നും വേണ്ട, ചിക്കൻ മാത്രം. അതെന്തായാലും പിള്ളേക്ക് അതേപോലെ കുട്ടികൾ വണ്ണം വെച്ച്. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മട്ടനും പിന്നെ ബീഫൊക്കെ അല്ലേ കൂടുതൽ വണ്ണം ബ്രോയിലറല്ലേ കഴിക്കുന്നത്. ഇത്രയും നല്ല ഭക്ഷണം ഇവരാരും പഠിപ്പിച്ചു കൊടുക്കൂല. ഒരു കൊച്ചു സാഹിത്യമാർക്കും അത്ര പഠിപ്പിച്ചു കൊടുക്കൂല. അതൊരു സ്വാർത്ഥത എന്ന് തോന്നില്ലേ? നിങ്ങളല്ല എന്താ അഭിപ്രായം? നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കൂലെന്ന്. ഞാൻ ഉണ്ടല്ലോ ദുബായിൽ നിന്ന് വിളിച്ചിട്ട് ഒരാളുടെ റൂം വരും എന്താ പറഞ്ഞറിയാം, ഞങ്ങൾ പുള്ളി കുട്ടാന്ന് കഴിഞ്ഞ കൊല്ല ഇന്ത്യക്കാർക്ക് റൂം കൊടുക്കൂല. ഡിസ്ക്രിമിനേഷൻ അല്ലേ ഇത്? ഇത് തോന്നിയാലോ നോക്കണം. ഭർത്താവ് വെജിറ്റേറിയൻ ആയിപ്പോയത് ഒരു നഷ്ടമായി തോന്നുന്നു. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് കഴിക്കാറ്? ഒരു വെജിറ്റേറിയൻ എങ്ങനെ ഉരുളക്കിഴങ്ങ് കഴിക്കാം? സാധാരണ ഉരുളക്കിഴങ്ങ് സ്റ്റൂ, ഉരുളക്കിഴങ്ങ് മസാല, ഇങ്ങനെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കും. ഇവിടുന്ന് ബ്രെയിൻ കുക്ക് ചെയ്ത് കൊണ്ടുവന്നു എന്നോട് പറയാ, ആ ബ്രെയിൻ മൃണാൾ എടുത്തോ, മസാല എനിക്ക് കേട്ടോ. അപ്പൊ പോവ എന്നോട് ചോദിച്ചിട്ട് മസാല നല്ലോണം ഉണ്ടാക്കിയോ? നമ്മൾ ഒരു ബ്രെയിൻ ഉണ്ടാക്കേണ്ടതിൽ അധികം ഇട്ടിട്ട് സാധാരണ എന്റെ കണക്കിനെക്കാട്ടി കുറച്ച് ഒരു ഉള്ളി ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കി വൃത്തിയായില്ല, മസാല കുറവുകൊണ്ട് തോന്നി. നമുക്ക് കുറെ വെജിറ്റേറിയൻ പെട്ടല്ല വന്ന് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അറിയുന്നത്. പിന്നെ 10-15 മിനിറ്റിനുള്ളില് വെജ് പ്രമോദ് കുറച്ചാക്കും. പിന്നെ ബിരിയാണി ഇപ്പൊ എല്ലാവർക്കും മറ്റേതായിരിക്കും, അതിന്റെ ഇടയിൽ ഒരു വെജിറ്റേറിയൻ ബിരിയാണി. അല്ലെങ്കിൽ പിന്നെ എന്റെ പെങ്ങളെ പോലെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കണം. അതായത് മട്ടൻ ബിരിയാണി ഓക്കെ, മട്ടന്റെ പീസ് മാറ്റി വെക്കുന്നു, ബാക്കി കഴിക്കും. വെജിറ്റേറിയൻ ആണോ? ഒരു രക്ഷയില്ല. നിങ്ങളുടെ സാധനങ്ങൾക്ക് ഇങ്ങനെ വേറെ ടേസ്റ്റ് വരുന്നത്? എന്തോ തട്ടിപ്പുണ്ട് ഭാര്യയും കണക്കെ പത്താവണ ഫുള്ള് പ്രശ്നം. ഇവരൊന്ന് പറയും, വേറൊന്ന് ചെയ്യും, മറ്റൊന്ന് തരും. ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കൂല. അതെന്താന്നറിയാം, ഇവരുടെ കയ്യില് മായാവിന്റെ പോലത്തെ ഒരു വടിയുണ്ട്. നമ്മള് കാണുന്നതായിട്ടാ. നീ ആ ഫോൺ കൊടുക്കും, നീ ഇത് കഴിച്ചിട്ട് ഇതിനകത്ത് തേങ്ങ മാത്രമേ ഉള്ളൂ. മാത്രം ഒരു മുട്ട ഒരു ഗ്ലാസ് എന്തോ ഇവിടെ പ്രശ്നമില്ല. ഇതിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട്. തേങ്ങ വെള്ളം ഒഴിച്ച് വേവിക്കും. പഞ്ചസാര ഇട്ടിട്ട്, പഞ്ചസാര ഏലക്കായി പൊടി ഇട്ടിട്ട് തേങ്ങ പുറത്ത്. ഇനിയാന്ന് നമ്മളെ കാശ്മീരി വന്നിട്ട്
പുസ്തകം മേടിച്ചിട്ട് പറയാം കംപ്ലീറ്റ് വെച്ചിലേക്ക് തരാം. ഞാൻ പറഞ്ഞു നടന്നത് തന്നെ ഏത് ആ പുസ്തകം നോക്കിയിട്ട് ഞാൻ അതേ കോഴിക്കോട് ഒരു വീടുണ്ട്, അവിടെ ആളുണ്ട്, അവിടെ പോയിട്ട് 25 ദിവസം താമസിച്ച് കംപ്ലീറ്റ് പഠിച്ച ഒരു ഡിഷ് ഉണ്ടാക്കാൻ ചിലപ്പോൾ പഠിക്കാൻ പറ്റും. ബന്ധുക്കള് കോഴിക്കോട് വന്നിട്ട് ഓരോ വേദന വരുമ്പോ ഇവിടെ താമസിക്കും. ഫസ്റ്റ് വന്ന് തലശ്ശേരിന്ന് വന്ന് കോഴിക്കോട് വന്ന് സെറ്റിൽ ചെയ്ത ഒരു കൂട്ടരാണ് നമ്മള്. അപ്പൊ അവിടെ നിന്ന് എന്ത് ഇതുണ്ടെങ്കിൽ ബിഫോർ ഇൻഡിപെൻഡൻസ് അപ്പൊ ഇവരവിടെ വന്നാലും അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് പ്രസവത്തിനുള്ള ഡോക്ടറെ കാണാനായിരിക്കും വരുന്നുണ്ടാവും. പിന്നെ പ്രസവിച്ചു കഴിഞ്ഞ് 40 കഴിഞ്ഞ് പോകും. അങ്ങനെയാ. അപ്പൊ അത് അല്ല ഞാൻ തെറ്റി പറയില്ല, കാരണം ഇത്രയും നല്ല ഭക്ഷണം കൊടുത്തു. പിന്നെ ഈ 4 ആൾക്കുള്ള ഭക്ഷണം തരാൻ വേണ്ടിട്ട് 25 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് കുറവാണ്. അത് അങ്ങനെ പഠിച്ചത് കണ്ടു പഠിച്ചത് അങ്ങനെയാണ്. ഇല്ല കാരണം നമ്മുടെ വീട്ടിൽ ആ ആളെണ്ണീട്ട് സാർ ഉണ്ടാക്കുന്നത് കാണാൻ ദേഷ്യം. കാരണം എനിക്കിത് കുറേ നവാസിന്റെ വൈഫ് ഹൗസ് അങ്ങനെയാ കണക്കാക്കി. നവാസിന്റെ വൈഫ് ഹൗസ് അല്ല, നിങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ 25 വർഷം ഉണ്ടാക്കും രണ്ടാക്കി കഴിക്കാൻ? അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ എക്സ്ട്രാ വെക്കുന്നത് കുറച്ച് പുറത്ത് വരുന്നവർക്ക് എന്തെങ്കിലും വേണമെന്നല്ല. പക്ഷെ ഒരു ജാതക്കുള്ള ആൾക്കാർ വീട്ടിലേക്ക് വരുമോ? ഇല്ല, എന്തായാലും നമുക്ക് ആരെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. നീ ഫോട്ടോ കാണണം ഇവര് രണ്ടാക്കിണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ആ ടേബിളില്ലേ ഫുഡായിരുന്നു. പിന്നെ രണ്ടാളിയും കല്യാണം കഴിച്ച് വന്നപ്പോ അന്ന് എനിക്ക് 10 വയസ്സായിരുന്നു. അപ്പൊ നല്ല പ്രായണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് രസം എന്ന് വെച്ചാല് ഈ 40 days സ്പെഷ്യലാണ്. ഈ പുതിയാപ്പിളൊക്കെ കമ്പനി കൊടുക്കാൻ നമുക്ക് റിലേറ്റീവ്സ് ഇല്ലല്ലോ, കോഴിക്കോട് ആരുമില്ല. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ പുതിയാപ്പിള ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റൂല, അത് മോശം. ചെറിയ ഞാനും അളിയനൊന്നും ഇരുന്നാ പോലെ. And 2 people come from Mahi by morning train just to give him company, and after breakfast he will return. അലിയന്മാരായിട്ട് എന്റെ കസിൻസ് ഉമ്മയുടെ സിസ്റ്ററിന്റെ അവര് ഈ അതൊക്കെ ഒരു മാമൂല. അതൊക്കെ ഒരു പുതിയ സർക്കാരെന്നെല്ലാം പറയുന്നത് 40 ദിവസം പുറത്ത് ഭക്ഷണം കഴിക്കില്ല. 40 ദിവസം ഇവിടെ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നാട്ടിൽ 40 ദിവസം കഴിയുമ്പോൾ ഈ ഷർട്ടെല്ലാം മാറ്റി പിടിക്കേണ്ടി വരും. 50 ദിവസം കഴിയുമ്പോ സെർവൻസ് വരെ കടിക്കും. നമ്മളെല്ലാം ശരിക്കും അല്ല അപ്പൊ ഒരു 10 പിന്നെ പെൺമക്കളുള്ള ഒരു ഉമ്മയാണെങ്കിൽ ഇത് 10 കൊല്ലം തടി പഠിക്കാതെ നിർത്തും. സ്പെഷ്യൽ കുക്കിംഗ് ചെയ്യുന്ന പഠിക്കാതെ നിർത്തും. നല്ല ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരിങ്ങനെ വന്ന് നിന്നിട്ട് നമുക്കിത് ഭയങ്കര, കാരണം ഇത് ഡെയിലി ഇതിങ്ങനെ മറിഞ്ഞു അതിന്റെ ഒരു ദിവസം ഉണ്ടാക്കിയ സാധനം നമ്മൾ പിറ്റേ ദിവസം കൊടുക്കില്ല. സോ ഫോർ 40 days it's different. ഫിഷ് കാട്ടൂല 40 days. ഞങ്ങള് 5 സ്റ്റാർ മെനുവിൽ അങ്ങനെ ചെയ്യാറില്ല. 7 ഡേയ്സിൽ പിന്നെ നമ്മൾ റിപ്പീറ്റേഷൻ വരും. 40 ഡേയ്സിൽ ഒരു വലിയ ലഞ്ച് ഉണ്ട്. വലിയ ലഞ്ച് കുറെ 40 എന്നാ പറയാ, കല്യാണം കഴിഞ്ഞ് 40 ആ 40 നമ്മൾ കുറെ ആൾക്കാർ വിളിക്കും. കസിൻസിലെല്ലാം വിളിച്ചിട്ട് നമ്മളെ കുറെ സ്പെഷ്യൽ ഡിഷുകളുണ്ട്. അതെല്ലാം ഓരോന്നുണ്ടാക്കും. ഓരോന്നുണ്ടാക്കിയിട്ട് വലിയ റൈസ് പ്ലേറ്റ് ഇല്ല, മൂസക്ക് വെച്ചത് റൈസ് പ്ലേറ്റ് ഇല്ല. റൈസ് പ്ലേറ്റിൽ ആ സാധനങ്ങളെല്ലാം വെക്കും. പലതരം അപ്പങ്ങളുണ്ട്. അത് വെച്ചിട്ട് ഒരു വലിയ പാൻ കേക്ക് ഉണ്ട്. ഇത് ചെയ്ത് പറയുന്നത് മൂടും. ഏത് റൈസ് ഈ അപ്പം ആ പാൻ കേക്ക് കൊണ്ട് മൂടും. എന്നിട്ട് അത് മേശമേലെ വെക്കും. അപ്പൊ വേപ്പിള അത് തുറന്നിട്ട് എടുക്കും. അപ്പൊ പിന്നെ അത് കഴിഞ്ഞാൽ വ്യാപക്ക് എന്ത് കൊടുക്കാം. പുട്ട് മീൻ പുട്ട് താണതായിരുന്നു. പുട്ടോ ഫിഷും കൊടുക്കൂല. അപ്പൊ 40 days കഴിഞ്ഞാല് പുട്ട് ഫിഷ് ഇതെല്ലാം വെച്ചെടുക്കും ടേബിളിൽ. ഫിഷ് കാട്ടൂല. പഴയ നമ്മളെ കല്യാണം
ഈ ഞാൻ മാങ്ങി തരിച്ച് മലബാറിൽ കാണുന്ന ആ. ആദ്യത്തെ വെജിറ്റേറിയൻ മുസ്ലിം ആണ് നിങ്ങൾ ഭർത്താവ്. ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ സിസ്റ്റേഴ്സ് 2 എണ്ണം ഉണ്ട്. അത് ഇളയ സിസ്റ്റർ ഫുള്ള് വെച്ചാ Full. തീരെ ഒന്നുമില്ല. അത്ര മൂസ മാത്രം. ഗ്രേവി എല്ലാം കഴിക്കും, ഇവളൊന്നും കഴിക്കില്ല ഇളയ സിസ്റ്റർ. പിന്നെ മൂത്ത സിസ്റ്ററും അല്ല മൂപ്പര് ഇപ്പൊ ലേശം നോൺ വെജിറ്റേറിയൻ ആവുന്നുണ്ട്. ഞാൻ കഴിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് ഹോട്ടലിൽ പോയ തണ്ടൂരെല്ലാം നല്ലോണം കഴിക്കും. അതാ ഞാൻ ചോദിക്കാം, അത് മീറ്റ് അല്ല, അത് വേറെ ടേസ്റ്റ് ആണ്. അല്ല മൂപ്പര് ഫിഷിന്റെ ടേസ്റ്റ് ആണ് പറ്റൂല. തീരെ പറ്റാത്ത ആ മുമ്പിൽ വെക്കൂല, വേറെ മുമ്പിൽ ഫിഷ് കറി വെക്കാൻ സമ്മതിക്കൂല. മൂപ്പര് പാടാം. മുറിച്ച് അത് അതാ മുറിച്ചോണ്ട് മുറിക്കാത്തുണ്ട്. ടർക്കി ആയതില്ലേ? തുർക്കിപ്പത്തിരി, അതിന് കുമ്പളങ്ങപ്പത്തിരി എന്ന് പറയും. തുർക്കിപ്പത്തിരി ഇതിന് കുമ്പളങ്ങ ഉണ്ടോ? അല്ല പറയാ, shape. അങ്ങനല്ല. ഇതിപ്പോ 2 layers, ആ. ഇത് 7 layers വരെ ആക്കും. എന്നിട്ട് ഒരൊറ്റ പ്ലേറ്റിൽ ഒറ്റ ഒന്ന് വെക്കും. 7 type of filling വെച്ചിട്ട്. അതല്ലേ ഈ സൽക്കാരത്തിന് കല്യാണം ഇതുണ്ടാവും അന്നേരം വെക്കണം. ഇത് 2 layers, ഇത് 7 layers ആക്കുന്നു. അപ്പൊ 7 ലെയേഴ്സിന് പല തരം ഫില്ലിംഗ് ഉണ്ടാവും. ഒരു റവന്റെ ഫില്ലിംഗ് ഉണ്ടാവും, എഗ്ഗിന്റെ ഉണ്ടാവും, ഒരു വെജിറ്റേറിയൻ ഫില്ലിംഗ് ഉണ്ടാവും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെക്കും ഉള്ളിൽ. ഇവരിപ്പോ ഞാൻ എന്നിട്ട് ഇതിങ്ങനെ മെഷർമെന്റ് ഞാൻ കണ്ടതിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞാൻ കണ്ടത് ഒറിജിനലാ. 7 ലെയർ ഉള്ളത്. It's huge. ഇല്ലെങ്കിൽ അത് അഞ്ച്. ഇത് കൺവീനിയന്റ് അതെ. ഇത് നമ്മളെ ചായക്ക് ഇതൊറ്റ സാധനം. അപ്പൊ എന്തായാലും മുസല സിസ്റ്റർ നീ ഒരു ഫില്ലിംഗ് ആക്കല്ലേ, 2 ഫില്ലിംഗ് ആക്കി വെറൈറ്റി ആക്കണം. ഞാൻ പറഞ്ഞു ഞാൻ എന്താ ആക്കുന്നതെന്ന് വെച്ചപ്പോ മംഗലാപുരം അത് പറഞ്ഞ് ഞാൻ ഒന്ന് മുട്ടയൊന്ന് ഇറച്ചിയാക്കിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതെല്ലാം എക്സാ മീറ്റ് മാത്രം മതി. കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല 7 ലെയർ. എനക്ക് അത്ര അധികം അറിയില്ല. നവാസിന്റെ വൈഫ് ഈ പ്ലീറ്റ്സ് നല്ല രസത്തിലുണ്ട്. അത്ര അധികം അറിയാത്തതാണ് ഈ കാണുന്നത്. അല്ല അല്ല അഡ്മിറ്റ് ചെയ്യൂ മോശമായിട്ട്. ഇത് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആക്കുമ്പോ നമ്മളിപ്പോ മുട്ട വെക്കുന്നില്ല, അതിന് പകരം ചെറിയൊരു പൂരി ആക്കുക. പൂരിയിൽ ഫില്ലിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചാണ്. ഒരു ലെയർ കുമ്പളങ്ങ, ഒരു ലെയർ മത്തൻ, ഒരു ലെയർ കക്കിരിക്ക. അല്ല അപ്പൊ ഷേപ്പ് കിട്ടുമല്ലോ. ആ പൂരിനെ അങ്ങനെ ആക്കിയാൽ മതി. അല്ല ആദ്യം ഒന്ന് ചെറുതാക്കി എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തു അവിടെ വെച്ച്. പിന്നെ ഒരു ചപ്പാത്തി തിൻ ചപ്പാത്തി കത്തി ഫില്ലിങ് വെച്ചിട്ട് ആദ്യം ഫ്രൈ ചെയ്ത് ഉള്ളിൽ വെച്ച് അതിന് ഫ്രൈ 7 പ്രാവശ്യം 7 പ്രാവശ്യം ഫ്രൈ ചെയ്യും. അല്ലെങ്കിൽ മേലെ പോകില്ല, മേലെ ഇതിങ്ങനെ കൂടി കൂടി വരികയല്ല മുകളിൽ. അതെല്ലാം കൂടി കൂട്ടി കൊണ്ടുവന്നിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരെണ്ണം വെച്ച് ബോൾ ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് അടുത്ത ബോൾ ഉണ്ടാക്കി ആ പരിപാടി നടക്കില്ല. കൂട്ടി തിരിച്ച് ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് വെറുതെ നിങ്ങൾ വീട്ടിലൊന്നും പഠിക്കാനൊക്കെ അവര് കൂടി വന്ന ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാന്ന് പോകും. അപ്പൊ മൂസ മുതലാളി പറയും മോനെ ഓട്ടിപ്പൊളിച്ചോ മുട്ടച്ചാറുണ്ടായിക്കോ. ഇവനായതിനെ ഞെട്ടു. എന്ത് സാധനം ഈ ഓട്ടിപ്പൊളിച്ചെന്ന് പറയുന്നത് അത് 1 മില്ലിമീറ്റർ ഒരു തിക്നെസ് ഇല്ല. ഇവൻ ഇത് വൈകുന്നേരം മുതൽ ഇങ്ങനെ ചുടുകയല്ലേ. കാരണം ഇത് കടലാസിന്റെ തിക്നെസ്സിലാണ് ഉണ്ടാക്കുന്നത്. എവിടെയുള്ളതാണ് ആക്കുന്നത് നോക്കാതെ. മുട്ടച്ചാറ് പറഞ്ഞാല് എഗ് പോച്ചിയ കറിയിലേക്ക് പൊട്ടിച്ചിടയുന്നു. ഇതെങ്ങാനും എഗ്ഗൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ അതിനുള്ള പ്രശ്നം വേറെ ഉണ്ടോ? അതറിയാം, അത് പ്ലേറ്റിലേക്ക് മെല്ലണം വെച്ചിട്ട് അറിയാന്ന് പറഞ്ഞാൽ അറിയണ്ടേ. അല്ല പക്ഷെ ചേച്ചി പറയുന്ന പോലെ അത് ആ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനത്തെ ടേസ്റ്റ് നോക്കി. അല്ല എനിക്ക് തോന്നുന്നു അവന് വേറെ പണി കിട്ടാത്തോണ്ടോ. അതല്ല വേറെ എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ അവൻ നാട് വിടും. അജയ് പോയ അതിന്റെ വേറെ അവനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ നോക്കി അല്ല പ്രമോദ് ഗംഭീരമായിട്ട് ബിരിയാണി ഉണ്ടാക്കി. പ്രമോദ് ഉണ്ടാക്കിയ വീഡിയോയുടെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവരുടെ 2 പേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുറേ കഥകളും കൂടെ നിങ്ങളോട് പറയണമെന്നുണ്ട്. എപ്പോഴാണ് അവസരം കിട്ടുകയെന്നറിയില്ല. അതിനുവേണ്ടി ഞാനും കാത്തിരിക്കുന്നു.